18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലുടനീളം അതിൻ്റെ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ നടക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി രാവിലെയാണ് ആരംഭിക്കുക പോളിംഗ്. ഈ പോളിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് അതിവിപുലമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം, അത് UDF ആയാലും LDF ആയാലും BJP ആയാലും എല്ലാം ചേർന്നുകൊണ്ട് ഇന്ത്യയിലാകെ നടക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. സ്ഥാനാർത്ഥിയും ചിഹ്നവും മാത്രമല്ല, എന്താണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ വിജയിപ്പിക്കേണ്ടത്, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്കെതിരായിട്ട് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാടുകൾ, സമീപനങ്ങൾ ഇങ്ങനെ തുടങ്ങി നാനാ വശങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവപൂർണമായൊരു പഠനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രത്യേകതയുള്ള, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വളരെയേറെ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പാണിത് എന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ സാധാരണ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലല്ല 18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. വർഷങ്ങളായിട്ട് നീണ്ടുനിന്ന ഒരു ഫാസിസ്റ്റ് പ്രവണതയുടെ തുടർച്ചയായി, ഇപ്പോഴാണ് മറ്റുണ്ടായതാണ് എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട, എത്രയോ വർഷമായി. കൃത്യമായിട്ട് പറഞ്ഞാൽ 1923-ലാണ് ഹിന്ദുത്വ എന്ന ഒരു അജണ്ട രാഷ്ട്രീയ മേഖലയിലേക്ക് സാവകാശം കടന്നു വന്നത്. അത് പ്രയോഗിച്ചത് സവാർക്കറാണ് 1923-ൽ. 23 കഴിഞ്ഞ് 1925-ലാണ് RSS രൂപീകരിച്ചത്. RSS രൂപീകരിച്ച 1925 കഴിഞ്ഞ് അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് 100 വർഷവും. സവാർക്കർ ഹിന്ദുത്വ എന്ന പ്രയോഗം നടത്തിയ 1923 കണക്കാക്കിയാൽ ഇപ്പോഴും 101 വർഷമായി. ഞാൻ വളരെ ഗൗരവപൂർവ്വം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 100 വർഷമായി സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ ഹിന്ദുത്വ അജണ്ട ഒരു വർഗീയ ഫാസിസ്റ്റ് രൂപമായി അതിൻ്റെ ആശയതലത്തിൽ വളരെ ഗൗരവപൂർവം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒന്നായിട്ടുണ്ട്. ഗാന്ധി വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളായിട്ടാണ് വരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ രാജ്യം രാഷ്ട്രപിതാവ് എന്ന പേര് നൽകിയ സ്വാതന്ത്ര്യ സമര പോരാളി, അതാണ് മഹാത്മാഗാന്ധി. ഗാന്ധിയെ ഈ ഫാസിസ്റ്റുകൾ എന്താ ചെയ്തത്? സ്വാതന്ത്ര്യം കിട്ടി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ
ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ഒരു വലിയ RSSൻ്റെ പ്രമുഖരായ, അന്ന് നരേന്ദ്രമോദിയെ പോലെയുള്ളവരെയെല്ലാം ഇന്ന് വിളിക്കുന്ന സംഘത്തിൻ്റെ പ്രചാരകർ, ആ പ്രചാരകരെ വിളിച്ചു ചേർത്തൊരു വലിയ സമ്മേളനം, 1,000-2,000 ആളുകൾ പങ്കെടുത്ത ഡൽഹി സമ്മേളനം. ആ ഡൽഹി സമ്മേളനത്തിൽ ഗോൾവാൾക്കർ എന്ന RSSൻ്റെ സർസംഘചാലക്, അതിൻ്റെ പ്രത്യശാസ്ത്രക്കാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അമർഷത്തോടെ, ദേഷ്യത്തോടെ, വികാരപരമായി ആ 2000-ഓളം വരുന്ന പ്രചാരകരോട് പറഞ്ഞു, ഈ ഗാന്ധി മഹാത്മ്യമൊന്നുമില്ല, രാഷ്ട്രപിത ഒന്നുമില്ല, ഈ ഗാന്ധി. വളരെ പരിഹാസപൂർവ്വം. 2 ദേശീയതയുണ്ടായിരുന്നു ഇന്ത്യക്ക്. അത് മതപരമായ ദേശീയതയാണ്. ഒന്ന് ഹിന്ദു, മറ്റൊന്ന് മുസ്ലിം. മുസ്ലിം ദേശീയതക്ക് രാഷ്ട്രം കിട്ടി, ഹിന്ദു ദേശീയതക്ക് വരേണ്ടുന്ന ഈ ഹിന്ദുത്വ രാജ്യം കിട്ടിയില്ല. അത് കിട്ടാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ ഗാന്ധിയാണ്. മതനിരപേക്ഷതയുടെ പേര് പറഞ്ഞ് ഒരു മതരാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്ത ഈ ഗാന്ധി ഇപ്പോഴും പാകിസ്ഥാൻകാർക്ക് നമ്മുടെ ഖജനാവിൽ നിന്നുള്ള പണം ചോർത്തി കൊടുക്കാൻ ബോധപൂർവമായി ഇടപെടുകയാണ്, നിരാഹാരം കിടക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അല്പം മാസം കഴിഞ്ഞപ്പോഴാണ്. ഡൽഹി സമ്മേളനത്തിൽ അവസാനം അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഈ ഗാന്ധി ഇതേ നിലപാട് തുടർന്നാൽ ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ് പ്രസംഗം. ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ടായിരുന്ന ഈ പ്രസംഗത്തിൻ്റെ വർബാറ്റ, അതിൻ്റെ പദാനുപദം കൃത്യമായി നമുക്കിപ്പോൾ കിട്ടി. ഡൽഹി മ്യൂസിയത്തിൽ അതുണ്ട്. അതിന് RSSൻ്റെ സർസംഘചാലക് പറഞ്ഞ ഓരോ വാക്കും വാചകവുമുണ്ട്. അവസാനം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ്. നിശബ്ദനാക്കേണ്ടി വരുമെന്ന് പറയുന്നതിൻ്റെ പച്ച മലയാളം ഞാൻ പറയേണ്ടതില്ല, കൊല്ലേണ്ടി വരുമെന്നാണ്. ഞങ്ങളെല്ലാം സാധാരണ പറയുന്നൊരു ദാർശനിക കാഴ്ചപ്പാടുണ്ട്. ഒരാശയം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിനു ചുറ്റും ദശലക്ഷക്കണക്കിന് മനുഷ്യനെ അണിനിരത്താനായാൽ ആ അണിനിരക്കപ്പെട്ട മനുഷ്യ സമൂഹം കേവലമായ ഒരാശയം മാത്രമല്ല, അതൊരു ഭൗതിക ശക്തിയാവുമെന്നും ആ ഭൗതിക ശക്തിക്ക് അവരാഗ്രഹിക്കുന്നത് നിർവഹിക്കാനുള്ള ശേഷി നൽകുമെന്നും ശരിയായ ദാർശനികത നമുക്കെല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് സംഭവിച്ചത്. മഹാത്മാഗാന്ധി എന്ന പദം പോലും ഉപയോഗിക്കാതെ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും, കൊല്ലേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് 52 ദിവസം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ ഹിന്ദു വർഗീയവാദികൾ വെടിവെച്ചു കൊന്നു. ഫാസിസത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു പ്രകടിതമായ രൂപമായിരുന്നു അത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അന്ന് RSSനെ നിരോധിക്കുകയും ഒക്കെ ചെയ്തു. ഗോഡ്സെ ഉൾപ്പെടെയുള്ളവരെ തൂക്കിലേറ്റി, സവാർക്കർ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തമാക്കി പുറത്തേക്ക് അയച്ചു. പിന്നീട് പല പേരിലും പല രീതിയിലും RSS സജീവമായി പ്രവർത്തിച്ചു. ഞാനതിൻ്റെ ചരിത്രം ആവർത്തിക്കുന്നില്ല.
100 വർഷമായി അല്ലെങ്കിൽ 101 വർഷമായി ഈ ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ സാംസ്കാരിക മേഖലയിൽ ചുറ്റി വളഞ്ഞു കിടക്കുകയാണ്. ഈ വരാൻ പോകുന്ന 18ാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവപൂർവം കൈകാര്യം ചെയ്ത് ഈ BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ ഈ പാർലമെൻ്ററി വ്യവസ്ഥ, അതിനടിസ്ഥാനമാവുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, മതനിരപേക്ഷ ഉള്ളടക്കം, അതുപോലെ ഫെഡറൽ സംവിധാനം, ഭരണഘടനയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമുള്ളവരല്ല BJPയും സംഘപരിവാരും. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത, ബ്രിട്ടീഷുകാർക്ക് യഥാർത്ഥത്തിൽ ഒറ്റുകൊടുക്കുന്ന നിലപാട് സ്വീകരിച്ച വിഭാഗമാണ് ഹിന്ദു വർഗീയവാദികൾ, സവാർക്കർ ഉൾപ്പെടെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എഴുതി കൊടുത്ത 4 പ്രമുഖമായ കത്ത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സവാർക്കറുടെ മാപ്പപേക്ഷയാണ്. ഏറ്റവും അവസാനം ഈ സവാർക്കറെ നമുക്ക് ഉപയോഗിക്കാനാവുമെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായപ്പോഴാണ് അന്തമാൻ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് മോചിപ്പിച്ചത്. അതിനുശേഷം നമുക്കറിയുന്നതുപോലെ ഭരണഘടനാ സഭയിലൊന്നും ഇവരാരുമില്ല, ഇവർക്കതിലൊന്നും നിർവഹിക്കാനില്ല. ലോകോത്തരമായ നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ ഭരണഘടന വേണ്ട എന്നാണ് BJP പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒഴിവാക്കുക, ഇന്ത്യൻ മതനിരപേക്ഷ ഉള്ളടക്കം ഇല്ലായ്മ ചെയ്യുക, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാകുന്ന ഫെഡറൽ സംവിധാനം വേണ്ടെന്ന് വെക്കുക. സമത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പ് തന്നെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യൻ ഭരണകൂടം എങ്ങനെയാണ് മുന്നേറേണ്ടത് എന്ന കാര്യം BJP ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഭരണഘടനയ്ക്ക് പകരം പുതിയ ഒരു ഭരണഘടന വേണം. ആ ഭരണഘടന നമുക്കെല്ലാം പരിചിതമായ ഒരു പ്രത്യേക നീതിശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാവണം. അതാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാവണം. മനു ചിന്ത. മനുസ്മൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും നന്നായിട്ട് വായിക്കുന്നവർക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാനൊന്നും ഇപ്പോഴും സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. എന്താണതിൻ്റെ സത്ത എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസ ജടിലമായ ജാതി ശ്രേണി, കാടത്തപരമായ ജീവിത രീതി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അന്ധവിശ്വാസ ജടിലമായ ആശയ സംഹിതകൾ, ഇതെല്ലാം ഉൾച്ചേർത്ത മനുസ്മൃതി, അതിനടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ഭരണഘടന, അതുവഴി ആയിരക്കണക്കിന് വർഷക്കാലത്തേക്ക് ഈ ഇന്ത്യയെ പിന്നോട്ടേക്ക് നയിക്കാനാണ്, പിന്നോട്ടേക്ക് നടത്താനാണ് RSS BJP സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്യൂഡൽ ജീർണതയുടെ മേലെയാണ് ഇന്ത്യൻ മുതലാളിത്തം കെട്ടിപ്പൊക്കിയത് എന്ന് നമുക്കറിയാം. ആ ജീർണത തേട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഹിന്ദു അല്ല ഹിന്ദുത്വ. നമ്മുടെ സഖാക്കൾക്ക് നല്ല ധാരണ വേണം. ഹിന്ദു എന്ന പദത്തിനു പകരമായി ഉപയോഗിക്കുന്ന ഒരു പദമല്ല ഹിന്ദുത്വ. തികച്ചും അർത്ഥവ്യത്യാസമുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പദപ്രയോഗമാണ് ഹിന്ദുത്വ. ഹിന്ദു എന്ന് പറയുന്നത് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചത് സഹോദരി സഹോദരന്മാരെ എന്ന അടുപ്പമുള്ള
അഭിസംബോധനയിലൂടെയാണ് ചിക്കാഗോ പ്രസംഗം ആരംഭിക്കുന്നത്. നൂറ്റാണ്ടുകളായി ആ ചിക്കാഗോ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വൈവിധ്യങ്ങളുടെ കലവറയാണ് എൻ്റെ രാജ്യം. വൈവിധ്യങ്ങളുടെ കലവറ. എത്രയെത്ര ജാതി, എത്രയെത്ര മതവിഭാഗങ്ങൾ, എത്രയെത്ര ഭാഷ, എത്ര ദേശീയത, ഉപദേശീയത എല്ലാം ചേർന്ന് എൻ്റെ രാജ്യം. അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ഐക്യമാണ്. വൈവിധ്യങ്ങളുടെ ഐക്യം, അതാണ് അതിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല പറഞ്ഞത്, സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദൻ്റെ ഹിന്ദു അല്ല ഹിന്ദുത്വം, മഹാത്മാഗാന്ധിയുടെ ഹിന്ദു അല്ല ഹിന്ദുത്വം. ഹിന്ദുത്വം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഹിന്ദു മതത്തിലൊരു വിഭാഗം, ഒരു വലിയ വിഭാഗമല്ല, ചെറിയ വിഭാഗം, മതവും രാഷ്ട്രീയവും ചേർത്ത് ഭരണാധികാരത്തിലേക്ക്, ഭരണകൂടത്തിൻ്റെ തലപ്പത്തേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പേരാണ് വർഗീയത, ഹിന്ദുത്വം. അതാണ് ഹിന്ദുത്വ വർഗീയത. ഹിന്ദു വർഗീയവാദിയല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസി വർഗീയവാദിയല്ല. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. വിശ്വാസികളാരും വർഗീയവാദികളാണ് എന്ന് പറയില്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലും പുതിയ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കെട്ടിടോദ്ഘാടന സന്ദർഭത്തിലും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല. രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാൻ ഹിന്ദു വർഗീയവാദികൾ കെട്ടിയെഴുന്നള്ളിക്കുന്ന ഈ ഹിന്ദുത്വ എന്ന വർഗീയ ധ്രുവീകരണം, അത് ഈ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പറ്റില്ല. ഈ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയ്ക്ക് പറ്റില്ല. മതനിരപേക്ഷതയ്ക്ക് പറ്റില്ല. ഫെഡറൽ സംവിധാനത്തിന് പറ്റില്ല. ഇതെല്ലാം പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റണം. എന്നിട്ട് പകരമെന്തു വെക്കണം എന്നുള്ളതിനാണ് കൃത്യമായ ഉത്തരം വേണ്ടത്. അത് അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഫാസിസം, ജർമ്മൻ ഫാസിസത്തിൻ്റെ ഭാഗമായിട്ട് ഹിറ്റ്ലറെ പ്രോത്സാഹിപ്പിച്ച സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണ്യനായ നേതാവ്, വിചാരധാര എഴുതിയ ഗോൾവാൾക്കർ, 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറെ പ്രകീർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഹിറ്റ്ലർ വംശശുദ്ധി ചെയ്തു എന്നാണ്. ആര്യ ബ്ലഡ്സിനു വേണ്ടി വംശശുദ്ധി. എത്രയാ? 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചാമ്പറിലിട്ട് ചുട്ടുകൊന്നു. അതിനെ പ്രകീർത്തിച്ച പുസ്തകമാണ് ഗോൾവാൾക്കറുടെ പുസ്തകം. അതിനെയാണ് മാതൃകയായിട്ട് കാണുന്നത്. ആ മാതൃകയിലൂടെ പറഞ്ഞു, നമ്മുടെ രാജ്യത്തും നമുക്ക് വംശശുദ്ധി വേണം. ഇതെല്ലാം ഞാൻ വെറുതെ പറയല്ല, രേഖാമൂലം പറയുക. ഇന്ത്യക്കും വംശശുദ്ധി വേണം. ആരാണ് വംശശുദ്ധിക്കെതിരായ ആഭ്യന്തര ശത്രു? ആഭ്യന്തര ശത്രു ആരാണ് എന്ന് ഗോൾവാൾക്കർ തന്നെ അധ്യായങ്ങളിൽ വിശദീകരിച്ചു. ഒന്നാമത്തെ ആഭ്യന്തര ശത്രു മുസ്ലിം, രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനി മിഷണറീസ്, മൂന്നാമത്തത് മാർക്സിസ്റ്റ്. ഈ 3 ആഭ്യന്തര ശത്രുവിനെയും നിഗ്രഹിച്ചു വേണം ഇന്ത്യയിൽ
വംശശുദ്ധി വരുത്താൻ. ഈ വംശശുദ്ധിക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് പാർലമെൻ്ററി വ്യവസ്ഥയെയും ഭരണഘടനയെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും എല്ലാം ഒഴിവാക്കി. പിന്നെ ഞാൻ ഒന്നുകൂടി പറയാം, അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടം, ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്ത ഭരണകൂടം, ജനങ്ങളെ തോക്കിൻ്റെ മുന്നിൽ നിർത്തുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫാസത്തിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യവും കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ഭാഗം മതിയാക്കാം. അത് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ RSSും BJPയും കാണുന്ന ആഭ്യന്തര ശത്രുവിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, മാർക്സിസ്റ്റ് ഈ 3 വിഭാഗം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നാടേതാണ്? പറ, ഏതാ? കേരളമാണ്. ഇത് കേരളമാണ് എന്ന് ഞാനിവിടെ പറയുമ്പോൾ, അല്ല നിങ്ങൾ പറയുമ്പോൾ, അതൊരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമല്ല, അത് ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു ജീവിതാനുഭവത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരു ഭാഗം ഇതിനുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല. ഒരു സംശയവും വേണ്ട, സംഘപരിവാർ ശക്തികൾക്ക് ഫാസിസത്തിൻ്റെ പിന്തുണയോടെ ഹിന്ദുത്വ നടപ്പിലാക്കാനായാൽ എല്ലാ മതനിരപേക്ഷവാദികളെയും, എല്ലാ ജനാധിപത്യ ശക്തികളെയും, കമ്മ്യൂണിസ്റ്റുകാരെയും, ഹിറ്റ്ലറുടെ പാത പിന്തുടരുന്ന ഈ ഫാസിസ്റ്റുകൾ കൈകാര്യം ചെയ്യുമെന്ന ധാരണ നമുക്കിപ്പോഴേ വേണം. ഫാസിസം ഒരു ദിവസം അങ്ങോട്ട് വരുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. 100 കൊല്ലക്കാലമായിട്ട് ഫാസിസത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കഴിഞ്ഞ 10 കൊല്ലം നല്ലപോലെ ജീവൻ വെച്ചിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഭരണം ആരംഭിച്ചതോടുകൂടിയാണ്. ഏറ്റവും അവസാനമായി ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ BJP ഗവൺമെൻറ് പാസാക്കിയ നിയമമേതാണ്? പറ, ഏതാ നിയമം? പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പുറം പ്രസംഗിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിൻ്റെ അർത്ഥം. ഏത് നിയമമാണ്? അതായത് ഒരു ജനതയെ, ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ തീരുമാനിച്ച് പാസാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന നിയമം ഏതാണെന്ന്? പൗരത്വ ഭേദഗതി നിയമം, CAA. ആ പൗരത്വ ഭേദഗതി നിയമമാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രമാവണം എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം. അതിവിടെ നടപ്പിലാക്കില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പിലാക്കരുത് എന്ന് ഇവിടെ മുമ്പ് തന്നെ നമ്മുടെ നിയമസഭ പ്രമേയം പാസാക്കി. എല്ലാ അർത്ഥത്തിലും അതിനെ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഇലക്ഷൻ. അതിൻ്റെ ഭാഗമായി CPIM-ൻ്റെ പ്രകടന പത്രികയിൽ, CPI-യുടെ പ്രകടന പത്രിക, ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന് തന്നെ പറഞ്ഞു. എന്നാൽ വാതോരാതെ കേരളത്തിലെ മുസ്ലിം വോട്ടിൻ്റെ കണ്ണുനട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ പ്രകടന പത്രികയിലോ അതിനു മുമ്പ് അതിൻ്റെ പ്രസിഡന്റിനോട്, അഖിലേന്ത്യാ പ്രസിഡന്റിനോട് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് രാത്രി ആലോചിച്ചു,
നാളെ രാവിലെ പറയാമെന്ന്. ദിനരാത്രങ്ങൾ എത്രയോ കഴിഞ്ഞു, എത്രയോ ദിവസം ആലോചിച്ചു, ഇന്നേ വരെ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. യാത്രയിലായിരുന്നു രാഹുൽ ഗാന്ധി, യാത്രയിലും പറഞ്ഞിട്ടില്ല, സമാപിക്കുമ്പോഴും പറഞ്ഞില്ല. ഇവിടെ വയനാട് വന്ന് നോമിനേഷൻ കൊടുക്കുന്ന ആ കളി കഴിച്ച് പോകുന്ന സന്ദർഭത്തിലും പറഞ്ഞില്ല. പക്ഷേ ഡൽഹിയിൽ എല്ലാവരും വിചാരിച്ചു, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചു, പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ. ആ പ്രകടന പത്രികയിൽ ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യും എന്ന് പറയും, അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുമെങ്കിലും പറയും എന്ന് നമ്മളെപ്പോലുള്ളവരെല്ലാം ശുദ്ധ മനസ്സോടെ വിചാരിച്ചു. പക്ഷേ ഇന്നലെ പ്രകടന പത്രിക പുറത്തുവിട്ടപ്പോൾ ഒരക്ഷരം പറഞ്ഞില്ല. പൗരത്വ ഭേദഗതി നിയമത്തോടുള്ള നിലപാടെന്താണ് എന്ന് വിശദീകരിച്ചില്ല. സംഘപരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിൻ്റെ താഴെ നമ്മളെല്ലാം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം വെച്ച് ആ പദം തന്നെ ഉപയോഗിക്കാൻ തയ്യാറായില്ല. എന്നിട്ടും കോൺഗ്രസ്സുകാരിവിടെ ഈ കേരളത്തിൻ്റെ ഭൂമി അതിർത്തിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരാണ്. ശുദ്ധ സംബന്ധം. ഒരു പാർട്ടിക്കൊരു നയം വേണം. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തോടുള്ള നയമെന്താണ്? നയമില്ല. നയം മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഒപ്പം തന്നെയുള്ളതാണ് ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള കൈവഴി തന്നെ, പൗരത്വ ഭേദഗതി നിയമം പോലെ. അതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞില്ല പ്രകടന പത്രികയിൽ. ജമ്മു ആൻഡ് കാശ്മീരെ രണ്ടാക്കി വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയപ്പോൾ എടുത്തു കളഞ്ഞ 370-ാം വകുപ്പുണ്ട്. ആ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കും എന്നും പറഞ്ഞില്ല. മൗലികമായ ഒരു കാര്യത്തോടും ഫലപ്രദമായി പ്രതികരിക്കാൻ കോൺഗ്രസ്സിനായില്ല. ഇതാണ് ഒരു ഭാഗം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നിലപാടില്ല, നയമില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? നിങ്ങൾക്കറിയാം, ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ദേശീയ നേതാക്കൾ 2 ആളുകൾ. ഒന്ന് രാഹുൽ ഗാന്ധി, ഹിന്ദി മേഖലയിലല്ല മത്സരം. എവിടെയാ? ആനി രാജ മത്സരിക്കുന്ന വയനാട്ടിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടാണ് മത്സരം. BJPയുമായിട്ട് മല്ലിടുന്നു എന്നൊക്കെ പരസ്യമായ വിശദീകരണം മാത്രം കോൺഗ്രസിൻ്റെ. അമേഠി ഉൾപ്പെടെയുള്ള സീറ്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, ഇന്നും തീരുമാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ്. ഇപ്പോൾ അവിടെയൊന്നും മത്സരിക്കാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കുക. അവിടെ വയനാട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ആലപ്പുഴയിൽ വേണുഗോപാലിനും ഇത് തന്നെയാണ് സ്ഥിതി. വേണുഗോപാലിന് ഇനിയും 2 കൊല്ലത്തിലധികം രാജ്യസഭാ അംഗമായിട്ട് തുടരാം. അത് തുടരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, കാരണം ഇവിടെ തോക്കും. പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, BJPക്ക് 2 കൊല്ലം മുമ്പേ ഇനി രാജസ്ഥാനിൽ നിന്ന് വരാൻ കഴിയില്ലല്ലോ. 2 കൊല്ലം മുമ്പേ രാജ്യസഭയിലേക്ക് ഒരു അംഗത്തെ നൽകിയിട്ടാണ് ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളിലിരിപ്പ് വ്യക്തല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് 2019 ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൂടി ഒപ്പം ചേർത്തുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ പോയത്. അത്രയല്ലേ വരുന്നുള്ളൂ. വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണ്, വന്നു പോയി. ഇനിയിപ്പോഴെപ്പോഴെങ്കിലും വന്നാലായി, വന്നില്ലെങ്കിലില്ല. ഒരു പ്രകടനമൊക്കെ നടത്തി. ലീഗിൻ്റെ ഒരു കേന്ദ്രമാണ് ആ മണ്ഡലം. കോഴിക്കോടും മലപ്പുറവും വയനാടും ചേർന്നതാണ് 7 അസംബ്ലി നിയോജക മണ്ഡലം.
ആ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പ്രബലമായ വിഭാഗം UDF ലീഗാണ്, കോൺഗ്രസ് അല്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ കൊടിയും ലീഗിൻ്റെ കൊടിയും ഉയർത്തി. അതിങ്ങനെ വാനിൽ വീശുകയാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരും ചെയ്തത്. ഈ ലീഗിൻ്റെ കൊടി എന്ന് പറഞ്ഞാൽ സാധാരണ കൊടിയല്ല, ഒരു 1.5 കൊടിയാണ്, വലിയ കൊടി. രാഹുൽ ഗാന്ധി ഇവിടെ നോമിനേഷൻ കൊടുത്ത് നേരെ ഡൽഹിയിലേക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അന്നും പോയി. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് ഒരു വാർത്ത വന്നു. അതെന്താ വാർത്ത? രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാകയും ഉയർത്തി എന്ന BJPക്കാരുടെ പരസ്യമായ രീതിയിലുള്ള ഇടപെടലാണ്. പാകിസ്ഥാൻ പതാക കൂടി ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രശ്നമായി. പിന്നെ ഇത് ലീഗിൻ്റെ കൂടിയാണെന്നൊന്നും പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ആദ്യമേ തീരുമാനിച്ചു, ലീഗിൻ്റെ കൊടി വേണ്ട. ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ ലീഗ് വിടുവോ? അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു സൂത്രം കണ്ടുപിടിച്ചു. എന്നാൽ ലീഗിൻ്റെ കൊടിയും വേണ്ട, കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദേശീയാടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രമുഖ നേതാവായ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തിയിട്ട് നോമിനേഷൻ കൊടുക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് പോകാനാകുക, എതിർക്കാനാകുക എന്ന കാര്യം നിങ്ങൾ രാജ്യത്തോട് പറയണം. സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ ധൈര്യമില്ലാതെ ലീഗിൻ്റെ കൊടി കൂടി അതിൻ്റെ ഒപ്പം വന്നാൽ ദേശവ്യാപകമായി പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടും അവർ കൊടി ഉപയോഗിക്കാതെയാണ് ഈ പ്രചരണം നടത്തിയത്. പക്ഷേ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കാണണം. ഇവർക്കതിന് ധൈര്യമില്ല. BJPയുടെ പ്രചരണത്തെ മറികടക്കാൻ അവർക്കാവുന്നില്ല. അങ്ങനൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഫാസിസത്തെ ചെറുക്കാനാവുക? നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ തറപറ്റിക്കുക, തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. BJPയെ തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ഒരു മുന്നണിയാണെന്ന് വാർത്താമാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല. ഇന്ത്യക്കാകെ ഒരു മുന്നണിയായിട്ട് അത് നിൽക്കുമെന്നുള്ള ഒരു സംശയവും ആർക്കുമില്ല. അന്നുമില്ല, ഇന്നുമില്ല. കേരളത്തിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? ബംഗാളിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയില്ല. അവിടെ ഒന്നും പ്രബലമായ രീതിയിലല്ല കേരളത്തിൽ BJP ഉള്ളത്. BJPയുടെ ഒരു ശക്തിയല്ല, ഒരു മണ്ഡലത്തിലും ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നില ഓരോന്നും കൃത്യമായിട്ട് പരിശോധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനൊരു സ്പേസ് ഉണ്ട്. അത് ഇന്നല്ല, 1921 മുതലുണ്ട്. ആ സ്പേസ് ഇപ്പോഴും തുടരുകയാണ്. ഓരോ ഘട്ടവും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ പ്രശ്നത്തിൽ ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച നിലപാടാണ് രാജ്യം അംഗീകരിച്ചത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. ആ ബോണ്ടിൻ്റെ നിലപാടിൽ ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച നിലപാടാണ് രാജ്യം അംഗീകരിച്ചത്, സുപ്രീം കോടതി അംഗീകരിച്ചത്, അത് നിർത്തലാക്കിയത്. കോടാനുകോടി ഉറുപ്പിക ഇന്ത്യയിലെ നിരന്തരമായിട്ടുള്ള പേരും കള്ളന്മാരിൽ നിന്ന് വാങ്ങാൻ EDയെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിനെയും നിരവധി കേന്ദ്ര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ED ഉൾപ്പെടെയുള്ളവർ നൽകിയ പിന്തുണയിൽ നിന്നാണ് BJPയിലേക്ക് ആളെ കയറ്റാൻ, പണം വാങ്ങാൻ എല്ലാം നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുന്നതല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് ഇങ്ങനെയാണ്, അത് ഇലക്ഷൻ ഫണ്ടാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാവില്ല. ഇലക്ഷന് വേണ്ടിയുള്ള ഫണ്ട് പിരിവാണ്. അത് ഔദ്യോഗികമായിട്ട് ഈ പേരും കള്ളന്മാരെന്ന് പിരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവിൻ്റെ കുടുംബം 170 കോടി ഉറുപ്പികയാണ് BJPക്ക് ഇലക്ഷൻ ഫണ്ട് കൊടുത്തത് ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബം 170 കോടി റുപ്യ ഒരു സംശയമില്ലാതെ, അതിനപ്പുറത്ത് ഒരു പതാ പറയേണ്ടത്, ഞാൻ വേണ്ട വെച്ചിട്ട് ഒഴിവാക്കുന്നതാണ്. 170 കോടി കൊടുക്കുക. ആ 170 കോടി ഒരു തരത്തിലുള്ള പ്രയാസമില്ലാതെ BJP വാങ്ങി എടുക്കുക. ഇതിൻ്റെ അപ്പുറം പിന്നെ എന്തുദാഹരണം പറയേണ്ടത്? എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥ ഈ നമ്മൾ കണ്ടതല്ലേ. അത് മൂടിവെക്കാനുള്ള ശ്രമമാണ് ഈ വലിയ രീതിയിലുള്ള ഇടപെടൽ. പ്രകോപനപരമായിട്ട് കോടതിക്കെതിരായിട്ടുള്ള നിലപാട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റേഞ്ച് കുറവാണ് എന്ന് ജനം വിലയിരുത്തിയ സംഭവങ്ങളാണ് പിന്നെ ഓരോന്നും. RSSകാരൻ്റെ ഇവിടെയുള്ള RSSകാരൻ്റെ റേഞ്ചേ ഉള്ളൂ. ലോകവ്യാപകമായിട്ട് വലിയ ഒരു ആദർശ പുരുഷൻ, അഴിമതിയില്ലാത്ത ഒരു രാജ്യം എന്നൊക്കെയാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 9,000 കോടിക്കടുത്തല്ലേ നിങ്ങൾ വാങ്ങിയത്? കോൺഗ്രസും വാങ്ങി 2,000-ഓളം കോടി. അത് വെച്ചല്ലേ നിങ്ങൾ MLA-മാരെ MP-മാരെ ഗവൺമെൻറ്റിനെല്ലാം വിലക്ക് വാങ്ങിയത്? ഈ കോടതി വിധി വരുന്നതിന് തൊട്ട് 3 ദിവസം മുമ്പാണ് 10,000 കോടിയുടെ ബോണ്ട് അച്ചടിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ കട്ടുമുടിച്ച് പോകാമെന്നാണ് നിങ്ങൾ ധരിച്ചത്. അപ്പോഴാണ് കോടതി വന്നത്. ആ കോടതിയോടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടെന്താ? ബഹുമാനത്തോടുകൂടിയാണോ? അപ്പോഴാണ് അദ്ദേഹം ഒരു ചരിത്രമല്ല പുരാണം ഓർത്തത്. എന്താ പുരാണത്തിൽ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ സതീർത്ഥൻ ആരാ? കുചേലൻ. ഭാര്യ നിർബന്ധിച്ചു, പട്ടിണിയാണ്, മക്കൾക്കൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സുഹൃത്തല്ലേ, നിങ്ങളുടെ സഹപാഠിയല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒന്ന് പോയി പറഞ്ഞാൽ ഈ ദുരന്തെല്ലാം തീരൂലേ? അങ്ങനെ നിർബന്ധിച്ച് അവസാനം നമ്മുടെ പ്രതീകമായിട്ടെല്ലാം പണ്ട് വരച്ചു വെച്ചിട്ട് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഓലക്കൊടയെല്ലാമായി ആ ബ്രാഹ്മണ വൃദ്ധൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പോയ ഒരു ചിത്രം. അത് ഈ നരേന്ദ്രമോദി അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു പോകുമ്പോഴെന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവിൽ പൊതി, ആ ഒരു പിടി അവിൽ പൊതിയുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയി. എന്നിട്ട് ശ്രീകൃഷ്ണനെ കണ്ടു, അവിൽ പൊതി കൊടുത്തു. അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഉള്ളുകളിൽ ഈ മാങ്ങേൻ്റെ പുളി ശരിക്കും മനസ്സിലാവണമെങ്കിൽ അണ്ടിയോടടുക്കണം. അതാണ് നരേന്ദ്രമോദിയെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താ പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ കോടതി കുചേലിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ അവിൽപ്പൊതി വാങ്ങിയാൽ അഴിമതിയാണെന്ന് പറയുമോ എന്ന ചോദ്യം. അപ്പോൾ എത്ര പ്രകോപനപരമാണ് ഈ പ്രധാനമന്ത്രി? കോടതിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? ഇലക്ട്രൽ ബോണ്ടിൻ്റെ മേലെ വിധി പറഞ്ഞപ്പോഴുള്ള അതിൻ്റെ ദേഷ്യം എന്താ? 600 വക്കീലന്മാരെ കൊണ്ട് കത്തെഴുതിപ്പിച്ചത് ഇതേ പ്രധാനമന്ത്രിയാണ്. അപ്പം തന്നെ പ്രതികരിച്ചു പ്രധാനമന്ത്രി, കത്തിൽ കാര്യമുണ്ട്. ഭരണകൂട സംവിധാനത്തിൻ്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ആ എക്സിക്യൂട്ടീവിനെ ഏത് രീതിയിലാണ് അദ്ദേഹം മനസ്സിലാക്കി ജുഡീഷ്യറിയോട് കൽപ്പിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ യൂണിറ്റായി ഓരോ സംസ്ഥാനത്തെയും എടുത്ത് ആ സംസ്ഥാനത്ത് BJP വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാതെ കൃത്യമായിട്ട് അവിടെ BJP വിരുദ്ധ സ്ഥാനാർത്ഥി ആരാണെന്ന് കണ്ടെത്തി അവർക്ക് പിന്തുണ നൽകി ആ വോട്ടുകളെല്ലാം കൃത്യമായി ശേഖരിക്കാനായാൽ 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 37%. 63% വോട്ടും BJP വിരുദ്ധമാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഈ ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കാനാവും.
ആ നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. പക്ഷെ കോൺഗ്രസ്സിന് നിലപാടില്ല, നയമില്ല. കോൺഗ്രസ് ഇത് കൈകാര്യം ചെയ്യാനുള്ള സംഘടനയില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ അരുണാചൽ പ്രദേശ് 2016 വരെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. ആ 2016 അവിടെ നമുക്കറിയുന്നത് പോലെ 44 സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. 44 സീറ്റ്. പിന്നെ പീപ്പിൾസ് പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടിയാണ്. എന്താ ഉണ്ടായേ? അവർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. BJP പണം കൊടുത്ത് എല്ലാത്തിനും വാങ്ങി. എത്ര? 43 വാങ്ങി, മുഖ്യമന്ത്രി ഉൾപ്പെടെ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വാങ്ങി. 43 44-ൽ 1 മാത്രം ബാക്കി എല്ലാം കാലം മാറി. ആദ്യം പീപ്പിൾസ് പാർട്ടി പോയി, പിന്നെ BJPയിലേക്ക് പോയി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് MLA-മാർ എല്ലാം BJP MLA-മാരായി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റ് 4. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്. അവിടെ ആ 4-ൽ 3 കാലം മാറി, പിന്നെ 1. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടത്തി. ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ 5 കാലുമാറി. സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടേ ഉള്ളൂ. ആദ്യം അവർ കാലുമാറി, പിന്നെ 5 കൂടി കാലുമാറി. അതോടുകൂടി 10 എതിരില്ലാതെ BJP ജയിച്ചു. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ BJP ജയിക്കുന്നു എങ്കിൽ നിന്റെ സംഘടന എന്താ കോൺഗ്രസേ? അതിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. നിങ്ങൾക്ക് എന്ത് സംഘടനാ രീതിയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് സംഘടനാ നേതൃത്വമുള്ളേ? അഖിലേന്ത്യാ നേതൃത്വത്തോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ എന്ത് കൂട്ടായ്മയാണ് കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ഗുരുതരമായ പ്രശ്നമാണ്. ഹിന്ദി ഭൂമിയിലാകെ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ ഇപ്പോഴും കോൺഗ്രസ്. അത് ഹിമാചൽ പ്രദേശാണ്. അവിടെ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും 60-ൽ 40 ഉണ്ടായിട്ടും 6 കാലുമാറി. BJP പോയി. പിന്നെ 3 സ്വതന്ത്രന്മാർ, അതും കാലുമാറി. അങ്ങനെ BJP ജയിച്ചു. ഇപ്പോഴവിടെ ഒരു കോൺഗ്രസ് നേതാവ് കാലുമാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കി പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭൂമിയിലെ കോൺഗ്രസ് ഗവൺമെൻറ് ഏതാണ്ട് അവസാനമായി. പിന്നെ അവർക്കുള്ള 2 സംസ്ഥാനം, ഒന്ന് കർണാടക, മറ്റൊന്ന് തെലുങ്കാന. ഈ 2 സംസ്ഥാനം ഒഴിച്ച് വേറെ എവിടെയില്ല. അപ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഈ ഫാസിസത്തിലേക്കുള്ളതിൻ്റെ കുതിപ്പിനെയും ചെറുക്കാൻ കോൺഗ്രസിനെ മാത്രം വിചാരിച്ചാലൊന്നും സാധിക്കുന്നതല്ല. എല്ലാ മതനിരപേക്ഷ ശക്തികളെയും നേരത്തെ പറഞ്ഞതുപോലെ BJP വിരുദ്ധ വിഭാഗങ്ങളെ മുഴുവൻ ഏകോപിതമായി മുന്നോട്ടേക്ക് നയിച്ച് നമുക്ക് ഈ ചരിത്ര ദൗത്യം നിർവഹിക്കാനാവണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കേരള രാഷ്ട്രീയത്തിലും വളരെ പ്രധാനമാണ്. നമ്മുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപരോധം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് തീർക്കുന്നത്. നമുക്ക് കഴിഞ്ഞ മാർച്ച് മാസം 31-ാം തീയതി തരേണ്ടിയിരുന്ന 57,000 കോടി തന്നിട്ടില്ല. 7,000 കോടി കേന്ദ്ര സംസ്ഥാന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തരാനുള്ളതും തന്നിട്ടില്ല. 64,000 കോടി. ഈ 64,000 കോടി തരാത്ത കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരായിട്ട് മിണ്ടാൻ ഇവിടെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? VD സതീശനുണ്ടോ? 18 MP-മാരുണ്ട്. അവർക്ക് ആ MP-മാരുണ്ടോ? കേരളത്തിനെതിരായിട്ടല്ലാതെ
കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ അവരാരെങ്കിലും ഉണ്ടോ? അവരാരുമില്ല. ഈ ലോകത്ത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഇനി അനുവദിക്കില്ല എന്ന് പറയുന്ന വി.ഡി. സതീശനല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയോ പ്രതിപക്ഷ രാഷ്ട്രീയമോ ലോകത്തുണ്ടോ? ക്രിയാത്മകമായ സഹകരണമല്ലേ? ഇവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഒന്നാം ടേം കഴിഞ്ഞ് രണ്ടാം ടേമിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. വികസനത്തിന് വോട്ടുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വികസനവും നടത്താൻ അനുവദിക്കരുത്, ഒരു ക്ഷേമ പ്രവർത്തനത്തിനും അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കേന്ദ്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJPയുടെ ഭാഗമായി അനുബന്ധമായി ഇവരെല്ലാം പെരുമാറിക്കൊണ്ടിരുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു മന്ത്രിസഭ, അതിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം, ആവുന്ന കാര്യേ പറയുള്ളൂ. എന്നാലോ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതാ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. ആ തലത്തിൽ ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് വീടില്ലാത്തവർക്ക് വീട് 5 ലക്ഷമായി. വിദ്യാഭ്യാസ മേഖലയിൽ ഏതറ്റം വരെയും പഠിക്കാനുള്ള സൗകര്യം. ആരോഗ്യ മേഖല ലോകോത്തരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കേരളം. തൊഴിലില്ലാത്ത 20 ലക്ഷം ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഡെസ്കും എക്കണോമിഷ്യനും ചേർന്ന് 20 ലക്ഷം ജോലി കൊടുക്കാനുള്ള പരിപാടി. 2,40,000 സ്വയം സംഭവങ്ങൾ കണ്ടെത്തി. 14,000 ഉറുപ്പിക മൂലധന നിക്ഷേപം കിട്ടി. 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകി. ഇനിയും നമുക്ക് ആ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് പോകണം. നാഷണൽ ഹൈവേ പൂർത്തിയാക്കണം. ഡെസ്ക് ഫലപ്രദമായി തൊഴിലില്ലായ്മ പരിഹരിക്കണം. റെയിൽ നമുക്ക് വേണ്ടതായിരുന്നു, കേന്ദ്രം തരുന്നില്ല, അനുവദിക്കുന്നില്ല. ഒരു 50 കൊല്ലക്കാലത്തെ വളർച്ചയെ പ്രദാനം ചെയ്യുന്നതാണ് ഡെസ്ക്. റെയിൽ ആ റെയിൽ തരുന്നില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫോൺ, സർവീസ്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തി ഒരു 2 പതിറ്റാണ്ട് 20 കൊല്ലം കഴിയുമ്പോഴേക്ക് 400 കൊല്ലക്കാലത്തെ വളർച്ച നേടിയ വികസിത രാജ്യങ്ങൾക്കൊപ്പം ചേരാൻ സാധിക്കത്തക്ക രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് നവകേരള സൃഷ്ടി കൊണ്ട് കേരള ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉദ്ദേശിക്കുന്നത്. അതിനാണ് വിജ്ഞാന സമൂഹം, അതിനാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. മൂലധനം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകത്ത് ഇന്നേ വരെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി പറഞ്ഞത്. ആ മൂലധന സമ്പദ് വ്യവസ്ഥ മാറ്റി ബുദ്ധിയെ, നോളേജിനെ, അറിവിനെ മൂലധനമാക്കി 15,000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനാണ് തീരുമാനം. സ്റ്റാർട്ടപ്പ് മിഷൻ. ലോക മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കേരളത്തിലും നല്ല മുൻകൈ നേടാനാവുന്ന, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനാവുന്ന, കേരള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, ആളോഹരി വരുമാനം കൂട്ടാൻ സാധിക്കുന്ന, തിരിച്ചറിയാനാവാത്ത രീതിയിൽ കേരളത്തെ മാറ്റാൻ കഴിയുന്ന ഈ പുതിയ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയെ നമുക്ക് ലോകോത്തരമായിട്ട് വളർത്താനാവണം. അതാ ഇടതുപക്ഷ മുന്നണിയുടെ പരിപാടി. ഇതിൻ്റെ എല്ലാം വിശദീകരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോഴും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരുപാട് നേതാക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് താൻ. അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പുതിയ കേരളത്തെ ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് നയിക്കണം. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഈ ഫാസിസത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാനാവണം. അതിന് ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സഖാവ് രാധാകൃഷ്ണനെ. നമ്മുടെ ഈ മണ്ഡലം മാത്രമല്ല, ഈ മണ്ഡലം ഉൾപ്പെടെയുള്ള 7 മണ്ഡലം, അത് ചേർന്നാലാണ് ഒരു പാർലമെൻറ്റ് മണ്ഡലം. ഈ 7 പാർലമെൻറ്റ് മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നല്ല സ്വാധീനമുണ്ട്. രാധാകൃഷ്ണൻ മന്ത്രിയാണ്.
രാധാകൃഷ്ണൻ ദേശീയാടിസ്ഥാനത്തിൽ CPIM-ൻ്റെ CC അംഗമാണ്. ദുർബല ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഇതിനു മുമ്പ് സ്പീക്കറായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ നേതൃനിരയിലെ ഈ നാട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് സഖാവ് K. രാധാകൃഷ്ണൻ. ആ K. രാധാകൃഷ്ണന് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. ആയിട്ടില്ല, കൈയടിക്കാനായിട്ടില്ല. വിജയിപ്പിക്കണമെന്ന് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. കാരണം ഈ വെയിലത്തും ചൂട്ടിലും പ്രകടനമായി ഇവിടെ വന്ന് ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറയണോ? പറയണ്ട. പിന്നെ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊരു പണി ഏൽപ്പിക്കാനാണ്, അല്ലാണ്ട് ഇവിടെ വന്നിട്ടങ്ങ് പോകാനില്ല. നിങ്ങളെ ഒരു ചുമതല ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൂത്ത് കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നമ്മുടെ മറ്റ് എന്തെല്ലാം തരത്തിലുള്ള ബന്ധമുണ്ടോ ആ ഓരോ ബന്ധവും ഫലപ്രദമായി മനസ്സിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാളികളായി, ഭടന്മാരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട്